ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 2024 ഏപ്രിൽ 3-ാം തീയതി, ഇന്ന് ബുധനാഴ്ചയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് എന്നുള്ളത്. നമ്മൾ രാവിലെ തന്നെ ഒരു മെസ്സേജ് നമ്മൾ ഓർക്കുന്നത് എന്തായാലും ഒരു നല്ലൊരു കാര്യമായിരിക്കും. നമ്മൾ ട്രേഡ് ചെയ്യുന്നത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണം സമ്പാദിക്കാൻ വേണ്ടിയായിരിക്കണം. അല്ലാതെ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളായി മാറരുത്. നമ്മുടെ കൂട്ടത്തിൽ ഇത് മോസ്റ്റ്ലി പോയിന്റ് ചെയ്യുന്നത് ഒരു അഡിക്ഷനിലേക്ക് വരരുത്. നിങ്ങളുടെ ജീവിതം തന്നെ ട്രേഡിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കരുത്. അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വലിയ സന്യാസത്തിനൊക്കെ പോകുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ ആ ജീവിതം മാറ്റി വെച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും പുണ്യമൊക്കെ കിട്ടും. ട്രേഡിങ്ങിൻ്റെ ഒരു അഡിക്ഷൻ വന്നിട്ട് രാവിലെയും രാത്രിയിലും ഉറങ്ങുമ്പോഴും എണീക്കുമ്പോഴും ട്രേഡിങ്ങിനെ കുറിച്ച് മാത്രം സംസാരിക്കാനും കേൾക്കാനും വായിക്കാനും ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കൃത്യമായൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട്. അതായത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളായാൽ, അഥവാ നിങ്ങളൊരു ട്രേഡിങ്ങിന് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സോ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് നോക്കുക. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഒരു മാർക്കറ്റ് ഈ ടെർമിനലൊക്കെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? ഒരു ചെറിയൊരു ഒരു 1 or 2% ഒരു പ്രോഫിറ്റ് ഒരു ദിവസം ഉണ്ടാക്കാനാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഇരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ മറ്റു കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതുമായിട്ട് മുന്നോട്ട് പോകും. ഒരിക്കലും അതിനായിട്ട് നിങ്ങൾ ട്രേഡിംഗ് ടെർമിനലിൽ നിങ്ങളുടെ പ്രോഫിറ്റ് ലോസ് ഏതാണോ അച്ചീവ് ചെയ്തത് ആദ്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് നോക്കിക്കൊണ്ടിരിക്കരുത്. കൂടുതൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കരുത്. അത് വിട്ടിട്ട് അങ്ങ് പോവുക. എന്നിട്ട് അടുത്ത ദിവസം വീണ്ടും വരിക, നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. അല്ലാതെ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ജീവിക്കരുത്. ജീവിക്കാൻ വേണ്ടി ട്രേഡ് ചെയ്യുക. എന്താണോ നിങ്ങളുടെ ലക്ഷ്യം അത് നേടിയെടുക്കുക. അതോടുകൂടി അത് ക്ലോസ്. അതായത് ജീവിതത്തിൽ നിങ്ങളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടത്തേക്കാണോ പോകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആ വണ്ടിയിൽ തന്നെ അവിടെ ഇരിക്കുകയല്ല ചെയ്യുക. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ യാത്ര കഴിഞ്ഞാൽ അടുത്ത അടുത്ത പരിപാടി, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഒരു വണ്ടി സ്വന്തമായി വാങ്ങിച്ചു എന്ന് കരുതിയിട്ട് 24/7 നമ്മൾ അതിനകത്ത് ഇരിക്കില്ലല്ലോ. നമ്മൾ എവിടെയാണത്തേക്കാണോ പോകുന്നത് ആ സമയത്ത് വണ്ടി കയറി ഇരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അടുത്ത പരിപാടിക്ക് പോകും. അതുപോലെ ട്രേഡിങ്, നിങ്ങൾക്ക് ലാഭം അല്ലെങ്കിൽ നഷ്ടം, ഒരു നിശ്ചിത നഷ്ടം ലക്ഷ്യം വയ്ക്കണം, അതേപോലെ നിശ്ചിതമായൊരു ലാഭവും ലക്ഷ്യം വയ്ക്കണം. ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതോടുകൂടി ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോയേക്കണം, പിന്നെ നിൽക്കരുത് അവിടെ. സോ ട്രേഡ് ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയായിരിക്കണം. ജീവിക്കുന്നത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ആയിപ്പോകരുത് എന്ന ഒരു മെസ്സേജോടുകൂടി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോകാം. ഇന്നത്തെ ഹൈലൈറ്റ്സിൽ എന്താ പറയുക, പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ഈ ഒരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്. കാരണം NSEയിൽ ഓപ്ഷൻസിൻ്റെ ലോട്ട് സൈസ് കുറച്ചിട്ടുണ്ട്. അതിന് NSEയുടെ ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ സാധിക്കുന്നുണ്ട്. NSEയുടെ സൈറ്റിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സർക്കുലർ നമ്പർ 37/2024 എന്ന സർക്കുലർ 2024 ഏപ്രിൽ 2-നാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണെങ്കിൽ എന്താ പറയുക, നിഫ്റ്റി 50 അഥവാ നമ്മൾ നിഫ്റ്റി ഓപ്ഷൻസ് എന്ന് പറയുന്ന അതിൻ്റെ ലോട്ട് സൈസ് ഇപ്പോൾ 50 ആണുള്ളത്. ഇനി മുതൽ അത് 25 ആയിരിക്കും. നിഫ്റ്റി ഫിനാൻഷ്യൽ, അതായത് ഫിൻ നിഫ്റ്റി എന്ന് നമ്മൾ പറയുന്ന അതിൻ്റെ ലോട്ട് സൈസ് 40 ആണ് ഇപ്പോൾ ഉള്ളത്. ഇനി മുതൽ അത് 25 ആയിരിക്കും. നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയൊക്കെ ഇനി ഒരേ ലോട്ട് സൈസിലാണ് വരാൻ പോകുന്നത്. മിഡ് ക്യാപ്പ് സെലക്ട്, നമ്മൾ മിഡ് ക്യാപ്പ് എന്ന് വിളിക്കുന്ന ആ ഒരു സംഭവം 75 ക്വാണ്ടിറ്റിയാണ് അറ്റ് ദ മൊമെൻ്റ് ഉള്ളത്. ഇനി മുതൽ അത് 50 ക്വാണ്ടിറ്റി, അത് നിഫ്റ്റിയുടെ ഇപ്പോൾ ഉള്ള ലോട്ട് സൈസ് പോലെ അത് വരും. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിൽ 15 ആണ് ക്വാണ്ടിറ്റി, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണെങ്കിൽ മെയ് 2-ന് എക്സ്പയർ ആവുന്ന വീക്കിലി കോൺട്രാക്ട്സ് ആണ് ഇപ്പോൾ എന്താ പറയുക റിവൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആദ്യത്തെ എക്സ്പയറി വരുന്നത് മെയ് 2-ാം തീയതിയത്തെ വീക്ക്ലി എക്സ്പയറിയാണ്. മെയ് 31-ന് വരുന്ന അല്ലെങ്കിൽ മെയ് മാസത്തെ മന്ത്ലി കോൺട്രാക്റ്റിലാണ് ഈ മന്ത്ലി എക്സ്പയറിയുടെ ക്വാണ്ടിറ്റി സൈസ് മാറുന്നത്. സോ ഇപ്പോൾ ഈ കറൻറ്റ് വീക്കൊന്നും നമുക്കതിനെക്കുറിച്ച് വറീഡാവേണ്ട കാര്യം ഇല്ല എന്നാണ് ഞാൻ ഇത് ഏപ്രിൽ 26, 2020 സർക്കുലർ ഷാൽ കം ഇൻ ടു എഫക്റ്റ് ഫ്രം April 26, 2024. ഇതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോ April 26 എന്ന് പറഞ്ഞാൽ മെയ് 2-ൻ്റെ എക്സ്പയറിയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതുപോലെ ആ മെയ് മാസത്തിലെ തന്നെ മന്ത്ലി എക്സ്പയറി, മെയ്യിലെ അവസാനത്തെ വ്യാഴാഴ്ച ആയിരിക്കും മന്ത്ലി എക്സ്പയറി വരുന്ന. ആ ഡേറ്റ് എനിക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും, വായിച്ചെടുക്കാനുള്ള ഒരു നിങ്ങൾക്കും ഇത് വായിക്കാൻ പറ്റും. അപ്പോൾ
ഈ ഒരു സർക്കുലർ നിങ്ങളെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, ഒന്ന് നോക്കിക്കോളാം. ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു സംഭവം നോക്കുകയാണെങ്കിൽ സിമെൻറ്റ് സ്റ്റോക്കുകളുടെ പ്രൈസ്, സിമെൻറ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആകും എന്ന ഒരു റൂമർ, ഇലക്ഷന് മുൻപായിട്ട് സിമെൻറ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആകും എന്ന ഒരു റൂമർ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അൾട്രാടെക്, അംബുജ സിമെൻറ്റ്സ്, ACC അങ്ങനെ സിമെൻറ്റ് സ്റ്റോക്കുകളുടെ എല്ലാം തന്നെ ഇപ്പോൾ ഫോക്കസിലായി നിൽക്കുന്നുണ്ട്. പ്രൈസ് ചിലപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് നന്നായിട്ട് കയറി പോകാനും സാധ്യതയുണ്ട്. ബജാജ് ഓട്ടോ 25% ഒരു സെയിലിൽ ഇൻക്രീസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബജാജ് ഓട്ടോ ഇന്നലെയും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ സ്റ്റോക്ക് ഫോക്കസിലാണ്. കാരണം ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നല്ല രീതിയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു ന്യൂസ് വന്നതോടുകൂടി നല്ല രീതിയിൽ മാർക്കറ്റിൽ പ്രൈസ് നന്നായിട്ട് കയറി പോകുന്നുണ്ട്. അൾട്രാടെക് സിമെൻറ്റ് 32,400 കോടി രൂപയുടെ ഒരു നിക്ഷേപം ഈ വരുന്ന 3 വർഷം കൊണ്ട് നടത്തുകയാണ്. അതിൻ്റെ 2 പ്ലാന്റുകൾ പ്രവർത്തനയോഗ്യമാക്കുന്നത്, അല്ലെങ്കിൽ 2 പ്ലാന്റുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 32,400 രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ദെൻ സീ ലിമിറ്റഡ് അവർ സ്റ്റാഫിൻ്റെ സാലറി കുറക്കുകയാണ്. അതൊരു നെഗറ്റീവ് ന്യൂസാണ്. സാലറി കുറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള പെർഫോമൻസ് പോവും. കാരണം അവരുടെ ഒരു എന്താ പറയുക, വരവും ചെലവും കൂടി നേരെയാക്കാനാണ് ഇത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സീയിൽ മുമ്പ് സോണിയായിട്ടുള്ള ഒരു മെർജിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ സോണി സീലിനെ ടേക്ക് ഓവർ ചെയ്യുന്നു എന്ന ന്യൂസൊക്കെ വന്നിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ആ പ്രൈസ് കയറിപ്പോയതാണ്. പക്ഷേ ഇപ്പോൾ വളരെ താഴെ എത്തിയിട്ടുണ്ട്. ദെൻ അൾട്രാടെക് സിമെൻറ്റ് 2 പ്ലാന്റുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് തമിഴ്നാട്ടിലാണ്, മറ്റത് എവിടെയാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. 2 പ്ലാന്റുകൾ അവർ സ്റ്റാർട്ട് ചെയ്തു. സോ അൾട്രാടെക് സിമെൻറ്റ് ഇന്ന് പ്രധാനമായും നമ്മളൊരു ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റോക്കാണ് എന്ന് തോന്നുന്നു. അനുപം രസായൻ ഇന്ത്യ അവർ ഒരു ജപ്പാനീസ് മൾട്ടിനാഷണൽ കമ്പനിയായിട്ട് ഒരു ടൈപ്പിലെത്തിയിട്ടുണ്ട്. അടുത്ത 7 വർഷത്തേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അനുപം രസായൻ പലരും ഹോൾഡ് ചെയ്യുന്ന ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് എന്താ പറയുക, അവരൊരു ഏജൻസി എഗ്രിമെൻറ്റ് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ജമ്മു JNK ബാങ്കിന് പോസിറ്റീവ് ന്യൂസാണ്. റാംകോ സിമെൻറ്റ് അവർ എന്താ പറയുക, ഒരു പ്രൊഡക്ഷൻ ലൈൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 31 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സിമെൻറ്റ് സ്റ്റോക്കുകൾ നല്ല രീതിയിൽ എന്താ പറയുക, അത് ഫോക്കസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ഒരു ന്യൂസ് ഹൈലൈറ്റ്സ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ദെൻ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് റെഡാണ്. ഓവറോൾ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു ബെയറിഷ് മൂവ്മെൻ്റാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സോ നോക്കാം എങ്ങനെയാണ് നമ്മളെ ഗിഫ്റ്റ് നിഫ്റ്റി വരുന്നത് എന്നുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഒരു ഓപ്പൺ ആയിരിക്കുന്നത് ഇന്നത്തെ 22,481 ഓപ്പൺ ആയത്. അതായത് 18 പോയിന്റ് ഗ്രീനിലാണ് ഓപ്പൺ ആയത്. അവിടുന്ന് സ്ട്രൈറ്റ് താഴോട്ടാണ് മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി വന്നിരിക്കുന്നത്. 22,458 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അതായത് ഓപ്പണായ സ്ഥലത്ത് നിന്നും 23 പോയിന്റ് താഴോട്ട് പോയിട്ടുണ്ട്. ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് 22,494. ഈ സമയം വരെയുള്ള ഡേ ഹൈയും ലോയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഏകദേശം ഒരു 7:37-7:10 വരെയുള്ള. ഓക്കെ, ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് 22,457. സോ എന്താ പറയുക, ഒരു ബെയറിഷ് മൂവ്മെൻ്റാണ് നമുക്ക് മാർക്കറ്റ്, വേൾഡ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി സൂചിപ്പിക്കുന്നത് ക്ലിയർലി ബെയറിഷാണ്. ഗിഫ്റ്റ് നിഫ്റ്റി സോഫാർ ഇതുവരെയുള്ള ഈ ഒരു സമയം വരെ ബെയറിഷ് മൂവ്മെൻറ്റ്, ഓപ്പണിങ്ങും നെഗറ്റീവ് ഓപ്പണിംഗ് ആണ്, ബെയറിഷ് മൂവ്മെൻറ്റുമാണ് ഇൻട്രാഡേയിൽ തരുന്നത്. സോ ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ US API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് എന്നാണ്. ജപ്പാൻ ജിബൂൻ ബാങ്ക് സർവീസസ് PMI എന്നാണ്. ചൈന കേസിംഗ് സർവീസസ്, റഷ്യ S&P ഗ്ലോബൽ കമ്പോസിറ്റ്, ഫ്രാൻസ് ബജറ്റ് ബാലൻസ്, EU CPI, OPEC മീറ്റിംഗ്, EU അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. ഇത്രയും ഈവൻറ്റുകളാണ് ഇന്ന് വരാനുള്ളത്. ദെൻ ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനികൾ ഒന്നും തന്നെ ഇല്ല. എന്താണ് കാരണം എന്നറിയില്ല. ഇന്നത്തെ റിസൾട്ടിൻ്റെ ലിസ്റ്റ് 0 അതിലൊരു അപ്ഡേറ്റും ഇല്ല. ദെൻ ഇന്ന് FNO ബാൻ ഉള്ളത് ഹിന്ദ് കോപ്പറാണ്. ഹിന്ദ് കോപ്പർ നമുക്ക് FNO ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ മാർക്കറ്റ് വൈഡ് പൊസിഷൻ 95% കൂടുതലായിട്ടുണ്ടാവും. ദെൻ ഈ എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ്, ഇന്നലെ നടന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 13,279 കോടിയുടെ ബൈങ്ങും 14,901 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,622 കോടിയുടെ നെറ്റ് സെല്ലിംഗ്
സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 12,163 കോടിയുടെ ബൈങ്ങും 10,210 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 1,952 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് കാഴ്ചവെച്ചത്. മൊത്തത്തിൽ 330 കോടിയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിലെത്തിയതായിട്ടാണ് ഇന്നലെ ഡാറ്റകൾ നമ്മളോട് പറയുന്നത്. ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,144 കോടിയുടെ സെല്ലിംഗ് ആണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,161 കോടിയുടെ ബൈയിങ് ആണ്. ടോട്ടൽ 1,016 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്നും നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി നോക്കുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി നോക്കുന്നതിന് മുൻപേ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഡെയിലി പെർഫോമൻസും കൂടി നോക്കണം. അതായത് മന്ത്ലി പിവട്ട് ഒന്ന് നോക്കിയിട്ട് അതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രീൻ ഓർ റെഡ് അത് നമ്മൾ നോക്കണ്ട. ഇവിടെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 47,430 എന്ന ഈ റാസ് ലെവലിലാണ്. മന്ത്ലി റാസ് ലെവലിൽ അത് R1 ആണ്. R1ൽ സപ്പോർട്ട് എടുത്ത് അതിൻ്റെ മുകളിൽ തന്നെ ക്ലോസിങ് തന്നിട്ടുണ്ട്. സോ ഇനി നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയും ഇന്നലെ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തത്. നമ്മുടെ ട്രെൻഡ് ലൈനിനെ ടച്ച് ചെയ്യാൻ പോലും സാധിച്ചില്ല. 2 ദിവസം ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്ത് റിജക്ഷനാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി മറ്റൊരു സംഭവം നമ്മളിവിടെ കണ്ടത് ഗിഫ്റ്റ് നിഫ്റ്റി ഒരു നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്, ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ. സോ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റ് മീൻസ് ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിൽ ഒരു ബെയറിഷ് മൂവ്മെൻറ്റുള്ള സാധ്യതയാണ് അത് സൂചിപ്പിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഒരു സപ്പോർട്ട് ലൈനിലാണുള്ളത്. അതേപോലെ നിഫ്റ്റി ഒരു എൻഗൾഫിംഗ് ബെയറിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് ഇന്നലെ തന്നിരിക്കുന്നത്. ഇനി ഇന്നത്തെ ഒരു അത് നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ നിന്നുള്ളത് ഒഴിവാക്കിയിട്ട് റാസ് ലെവൽസ് എന്ത് പറയുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ ഇന്നലത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും എന്ന് പറയുന്നു. ഇന്നത്തെ ഡേ ലോ ഇന്നലത്തെ ഡേ ലോനേക്കാളും വളരെ താഴെയായിരിക്കും. അതായത് ഡേ ഹൈയും ഇന്നത്തെ ഡേ ഹൈയും തമ്മിലുള്ള ഡിഫറൻസ് കുറവാണ്. അതേസമയത്ത് ഇന്നലത്തെ ഡേ ലോയും ഇന്നത്തെ ഡേ ലോയും തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലാണ്. സോ മോസ്റ്റ് പ്രോബബ്ലി മാർക്കറ്റിന് ഒരു താഴോട്ട് കൂടുതൽ മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഇന്ന് നാരോ CPR ആണ് ബാങ്ക് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. സോ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എങ്ങോട്ടായാലും ഹെവി മൂവ്മെൻറ്റിനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സോ അത് ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നോ ട്രേഡ് സോണും റാസ് ലെവൽസിൻ്റെ നോ ട്രേഡ് സോണും CPRും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ നാരോ CPR ആണ് അത് നോ ട്രേഡ് സോണിൻ്റെ മുകൾ വശത്തായിട്ടാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ മുകളിലോട്ടുള്ള ഒരു മൂവ്മെൻറ്റിനും സാധ്യതയുണ്ട്. ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ബെയറിഷ് ആണ്. ഓവറോൾ വേൾഡ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ബെയറിഷ് ആണ്. അതേസമയത്ത് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് ഇന്നൊരു പോസിറ്റീവ് മൂവ്മെൻറ്റിനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ്. രണ്ടാമത് ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഇവിടെ നോക്കുകയാണെങ്കിൽ ലോജിക്കിനെ മാറ്റി നിർത്തിയിട്ട് നോക്കുകയാണെങ്കിൽ 47,500 എന്ന ഒരു ലെവലിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ലെവൽ തന്നെയാണ്. ഇവിടെ നല്ല രീതിയിൽ മാർക്കറ്റിൽ എന്താ പറയുക ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് കുറേ ദിവസമായിട്ട്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ അവിടെ വന്ന് മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ട് തന്നെ കയറി വന്നിട്ടുണ്ട്. സോ ഇന്ന് ഇൻ കേസ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ് 47,500 താഴോട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു ലെവൽ അതായത് 47,350 അല്ലെങ്കിൽ 47,200 എന്ന ഒരു ലെവൽ വരെയൊക്കെ ചിലപ്പം മാർക്കറ്റ് ഇറങ്ങി വന്നേക്കാം. ബാങ്ക് നിഫ്റ്റി ഇറങ്ങി വന്നേക്കാം. 47,250 ഇന്ന് പ്രതീക്ഷിക്കുന്ന ഡേലോ. പക്ഷേ റാസ് ലെവൽസിൽ ഒരു സ്റ്റെപ്പ് കൂടി താഴെയുണ്ട്, 200 കൂടി അതിനകത്ത് വന്നിട്ടുണ്ട്. സോ അവിടെ വരെ മാർക്കറ്റ് ഇറങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 200 താഴോട്ട് പോകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. എന്തായാലും ഇന്നലത്തെ ഡേ ലോ 47,400 ആയിരുന്നു. അപ്പോൾ 408. അപ്പോൾ ആ ഒരു ലെവലിൻ്റെ താഴേക്ക് ഓപ്പൺ ആവുകയാണെങ്കിൽ നല്ലൊരു ഫോള് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ മാർക്കറ്റ് ഇനീഷ്യൽ ലെവലിൽ ഒരു മോർണിംഗിലെ ഫസ്റ്റ് സെഷനിൽ മാർക്കറ്റ് ചെറുതായിട്ട് മുകളിലോട്ട് കയറാൻ ശ്രമിക്കുന്നതായിരിക്കും. യെസ്റ്റർഡേ ഹൈ കട്ട് ചെയ്താൽ മാത്രമേ അത് മുകളിലോട്ട് പോകുമോ എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. ബട്ട് അവിടെ നിന്ന് റിജക്ഷൻ ആവുകയാണെങ്കിൽ നോ ട്രേഡ് സോണും കട്ട് ചെയ്ത് നേരെ മാർക്കറ്റ് ബെയറിഷ് മൂവ്മെൻറ്റ് തരും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു അവസ്ഥ കണ്ടിട്ട് ഇത് ഒരു എന്താ പറയുക നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരിക്കും നമുക്ക് തരിക. യെസ്റ്റർഡേ ലോൻ്റെ ആ ലെവലിൽ എവിടെയെങ്കിലും ആയിരിക്കും തരിക. എന്തായാലും ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇന്ന് ഹെവി മൂവ്മെൻറ്റ് അപ്പ് ഓർ ഡൗൺ
ഡയറക്ഷൻ നിങ്ങൾ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക കൺഫ്യൂസിങ് രീതിയിലാണ് സിഗ്നൽ തരുന്നത് ഓപ്പണിങ്. റാസ്ലോയിൽസ് പറയുന്നു മുകളിൽ ഓപ്പണായിട്ട് മുകളിലോട്ട് പോകണമെന്നാണ്, ഹെവി മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. പക്ഷേ പ്രിഡിക്ഷൻ, അതായത് റാസ്ലോയിൽസിൻ്റെ തന്നെ പ്രിഡിക്ഷനിൽ ഇവിടെ രണ്ട് വശത്തോട്ടും വൊളാറ്റൈൽ മാർക്കറ്റാണ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തത് വേൾഡ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ബെയറിഷ് ആണ്. അതേപോലെ ഗിഫ്റ്റ് നിഫ്റ്റി ബെയറിഷ് ഓപ്പണിംഗ് ആണ്, നെഗറ്റീവ് ഓപ്പണിംഗ് ആണ്, അതുപോലെ ബെയറിഷ് മൂവ്മെൻ്റ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. സോ അതും കൂടി നമ്മൾ പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ മോസ്റ്റ് പ്രോബബ്ലി ഒന്നുകിൽ അതായത് ബാങ്ക് നിഫ്റ്റി മുകളിലോട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ന് റേഞ്ച് ബൗണ്ടായിരിക്കും. കാരണം മാർക്കറ്റ് മുകളിലോട്ട്, മറ്റുള്ള ഇൻഡെക്സുകളെല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് റേഞ്ച് ബൗണ്ടായി നിൽക്കാനേ സാധ്യതയുള്ളൂ. ഇനി അതല്ല, ഓവറോൾ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ന്യൂട്രലായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓവറോൾ മാർക്കറ്റ്, വേൾഡ് മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ നേരെ താഴോട്ട് ഇറങ്ങി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും. സോ എന്തായാലും 47,200 ഒരു ലോവർ ലെവൽ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് നോ ട്രേഡ് സോൺ വരെയും കയറി വരും എന്നാണ് പ്രതീക്ഷ. സോ ഈ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. മാർക്കറ്റ് ഇന്ന് നെഗറ്റീവായിരിക്കും എന്ന് പൂർണ്ണമായി മനസ്സിൽ ഉറപ്പിച്ചിട്ടൊന്നും മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്തിട്ട് മുൻവിധി ഉണ്ടാവരുത്. ഇൻട്രാഡേ ട്രേഡേഴ്സിന് മാർക്കറ്റ് എങ്ങോട്ടാണോ പ്രൈസ് ആക്ഷൻ, അതിൻ്റെ സിഗ്നൽ എങ്ങോട്ടാണോ തരുന്നത് അത് അനുസരിച്ച് അതിൻ്റെ കൂടെ പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾറൈറ്റ്, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്ക് ഉള്ള വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം വീണ്ടും കാണാം. അതുവരേക്കും പ്രോഫിറ്റബിളായിട്ട് ട്രേഡ് ചെയ്യുക, നഷ്ടങ്ങൾ ലിമിറ്റ് ചെയ്യുക. എത്ര ട്രേഡ് ചെയ്തു എന്നതിനേക്കാൾ കൂടുതൽ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടം നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 6% അതിൽ കൂടുതലൊന്നും പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കണ്ടിന്യൂസ്ലി ബാക്ക് ടു ബാക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടുന്നൊരവസ്ഥ ഉണ്ട് കഴിഞ്ഞാൽ ട്രേഡിങ്ങിൽ നിന്ന് മാറി നിൽക്കുക. അതൊരു മാനസികമായിട്ട് തയ്യാറാവുക. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ പോയിന്റ് വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടി ആയിരിക്കണം, അല്ലാണ്ട് ജീവിക്കുന്നത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ആകരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വൈകുന്നേരം കാണാം. താങ്ക് യു വെരി മച്ച്.